വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എനിക്ക് മുമ്പേ എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ജെറി അതിമനോഹരമായ വിധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ളതായ വസ്തുനിഷ്ഠമായ ചരിത്രപരമായ ശാസ്ത്രീയമായ വസ്തുതകളെ യാതൊരു വിധത്തിലും തർക്കത്തിനോ വാദങ്ങൾക്കോ പഴുതില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കി തീർത്തിരിക്കുന്നു. ഇനിയും അതിനോട് ചേർത്ത് ഒരു 3 ആണികൾ കൂടി അടിച്ച് അതിനെ വലിച്ചു മാറ്റി ഉയർപ്പിച്ചാൽ മാത്രം മതി. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഇവിടെ ഉദ്ധരിച്ചതായ സൂറയെ ഒരിക്കൽ കൂടെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്നിസ 157, 158. അവർ എന്ന് പറയുന്നത് യഹൂദികൾ ഊറ്റം കൊണ്ടു മശിഹ് ഈസാബിനു മറിയമിനെ ദൈവദൂതനെ ഞങ്ങൾ വധിച്ചു കളഞ്ഞിരിക്കുന്നു. സത്യത്തിലോ അവരദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പിന്നെയോ സംഭവം അവർക്ക് അവ്യക്തമാക്കിയത്രേ ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുള്ളവരും സന്ദേഹത്തിൽ തന്നെയാകുന്നു. അവരുടെ പക്കൽ ആ സംഭവത്തെക്കുറിച്ച് കേവലം ഊഹത്തെ പിന്തുടരുന്നല്ലാതെ ഒരറിവുമില്ല. അവർ മശീഹിനെ ഉറപ്പായിട്ടും വധിച്ചിട്ടില്ല. പ്രത്യുത അദ്ദേഹത്തെ അല്ലാഹു അവങ്കിലേക്ക് ഉയർത്തിയതാകുന്നു. അല്ലാഹുവോ അജയശക്തനും അഭിജ്ഞനുമല്ലോ. വേദവിശ്വാസികളിൽ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിനു മുമ്പ് അദ്ദേഹത്തെ വിശ്വസിക്കാതെ ഉണ്ടാവുകയില്ല. പുനരുദ്ധാന നാളിൽ അദ്ദേഹം അവർക്ക് സാക്ഷിയാകും. ആകയാൽ ജൂതജനത്തിൻ്റെ ഇത്തരം ധിക്കാര ചെയ്തി നിമിത്തവും അവർ ദൈവിക മാർഗത്തിൽ ധാരാളം തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും തങ്ങൾക്ക് വിരോധിക്കപ്പെട്ട പലിശ സ്വീകരിക്കുന്നത് കൊണ്ടും ആളുകളുടെ മുതൽ അന്യായമായി തിന്നുന്നത് കൊണ്ടും നേരത്തെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന പല നല്ല വസ്തുക്കളും നാം അവർക്ക് നിരോധിച്ചിരിക്കുന്നു. എങ്കിലും അക്കൂട്ടരിൽ അഗാധ ജ്ഞാനികളും വിശ്വാസികളുമായവർ നിനക്ക് അവതരിച്ചതും നിനക്ക് മുമ്പ് അവതരിച്ചതുമായ മാർഗദർശനങ്ങളൊക്കെയും വിശ്വസിക്കുന്നു. അന്നിസ 157, 58 ആയത്തുകൾ വളരെ വ്യക്തമായിട്ട് ഈസായുടെ മശിയുടെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എല്ലാ ഭാഷകളിലും ഈശ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നിരിക്കുക അവരവരുടെ ഭാഷയിൽ അവരവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യക്തമായും ശക്തമായും ദൈവത്തിൻ്റെ വചനമായി ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ, ചില പണ്ഡിതർക്ക് മാത്രം ഗ്രാഹ്യമാകുന്ന വിധത്തിൽ അവർക്കിഷ്ടം പോലെ കോട്ടി മാറ്റുവാനും അതിനെ വ്യാഖ്യാനിക്കുവാനും ആർക്കും മനസ്സിലാക്കി കൊടുക്കാതിരിക്കുവാനും കഴിയുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചതായ ഒരു ഉദ്ധരണിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. 4 ആയത്തുകളിൽ സൂക്തങ്ങളിൽ മശീഹ് ഈസയുടെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ ഖുർആനിൽ ഞാൻ മുസ്ലിം സഹോദരി സഹോദരന്മാരെ മാനിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ മതത്തെ ഒരു മതമെന്ന നിലയിൽ മാനിക്കുന്നതുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകനെ അഭിസംബോധന ചെയ്യുമ്പോഴും പ്രവാചകർ എന്ന് തന്നെ ഞാൻ സംബോധന ചെയ്യും. അതിൻ്റെ അർത്ഥം ഞാൻ ആ മതത്തെ എൻ്റെ മതമായിട്ട് അംഗീകരിക്കുകയോ ആ പ്രവാചകനെ എൻ്റെ പ്രവാചകനായി അംഗീകരിക്കുകയോ ചെയ്യുന്നു എന്നർത്ഥമില്ല. മറിച്ച് പ്രതിപക്ഷ മര്യാദ ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സംവാദങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നതായ പ്രഭാഷകൻ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വളരെ മോശമായ വിധത്തിൽ സംസാരിക്കുകയും ക്രൈസ്തവ മാർഗത്തെ വളരെ തുച്ഛീകരിക്കുന്ന വിധത്തിൽ പല വേദികളിലും പരിഹസിക്കുകയും ചെയ്യുന്നത് പല സന്ദർഭങ്ങളിലും ഞാൻ ദുഃഖപൂർണമായിട്ട് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പാപ്പരത്വം എന്നല്ലാതെ നമുക്ക് എന്തു പറയാൻ കഴിയും? എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ ഈശാ മശിഹ് ഈശ, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒന്ന് ഗ്രഹിച്ചിട്ട് വേണം ഈ മശിയുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ. എന്താ മശി എന്ന വാക്കിൻ്റെ അർത്ഥം? ബഹുമാന്യനായ ആദരണീയനായിരിക്കുന്ന ജെറി തോമസ് അതിനെക്കുറിച്ച് വളരെ വിസ്താരമായിട്ട് സംസാരിച്ചു. വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമവും മറ്റൊന്ന് പുതിയ നിയമവും. പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലും
പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലുമാണ്. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഭാഷ പുതിയ നിയമത്തിൻ്റേത് ഗ്രീക്ക് ഭാഷയും പഴയ നിയമത്തിൻ്റേത് എബ്രായ ഭാഷയുമാണ്. ആ എബ്രായ ഭാഷയിൽ മശിഹ എന്നും അതേ അർത്ഥം വരുന്ന യാതൊരു വ്യത്യാസവുമില്ലാത്ത അതേ കൺസെപ്റ്റോടു കൂടിയ ഗ്രീക്ക് ഭാഷയിൽ വരുമ്പോൾ ക്രിസ്തോസ് അഥവാ ക്രിസ്തു എന്നർത്ഥം വരുന്നതായ പദവുമാണ് മശിഹായ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ മശി എന്ന് പറയുമ്പോൾ ഈസ എന്നുള്ളത് മറിയമിൻ്റെ മകനായി ജനിച്ച വ്യക്തിയുടെ പേരും മശിഹ എന്നുള്ളത് ആ വ്യക്തി ചെയ്യാൻ പോകുന്നതായ അഭിഷേക ശുശ്രൂഷയുടെ സ്ഥാനപ്പേരുമാണ്. മശിഹ എന്നുള്ളത് പഴയ നിയമത്തിൽ വലിയൊരു കൺസെപ്റ്റ്, വലിയൊരു ആശയം നിലച്ചു നിൽക്കുന്ന വിധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഏതൊരു വ്യക്തിയിലാണോ പ്രവാചകത്വ ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും രാജകീയ ശുശ്രൂഷയും സമുന്നയിപ്പിക്കപ്പെടുന്നത്, ആ വ്യക്തിയെ രണ്ടു പേരിലാണ് പഴയ നിയമ ഗ്രന്ഥകർത്താക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് മനുഷ്യപുത്രൻ, മറ്റൊന്ന് മശിഹ. മശിഹ എന്ന് പറഞ്ഞാൽ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അയക്കുവാൻ പോകുന്ന, പരിഹാരം വരുത്തുവാൻ വേണ്ടി ദൈവം നിയോഗിക്കുന്നതായ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ യഥാർത്ഥ പേര് ഈസ, യേശു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. ആ വാക്ക് ആരും തന്നെ മാനുഷികമായ വിധത്തിൽ എഴുതി വെച്ചതോ പറഞ്ഞതോ അല്ല. അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജിബ്രിയേൽ മലക്ക് മറിയം ബീബിയോട് പറഞ്ഞതായ ഒരു പദമാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കൊണ്ട് നീ അവന് ഈസ എന്ന് പേരിടണം എന്ന് പറഞ്ഞത് മനുഷ്യനല്ല, മറിച്ച് മലക്കാണ്. ആ മലക്ക് പറഞ്ഞ പേരിനെ മാറ്റുവാൻ മനുഷ്യർക്കാർക്കും തന്നെ ഒരു കാലത്തും സാധ്യമല്ല. അതുകൊണ്ട് ഈസ എന്നുള്ള പേര് സ്വർഗം നിശ്ചയിച്ച പേരാണ്. രണ്ട്, മശിഹ. ആ മശിഹ അഥവാ ക്രിസ്തു എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. എന്തിനു വേണ്ടിയുള്ള അഭിഷേകമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. പൗരോഹിത്യത്തിന് വേണ്ടി, പ്രവാചകത്വത്തിന് വേണ്ടി, രാജകത്വത്തിന് വേണ്ടി. ഈ മൂന്ന് ശുശ്രൂഷകളും ആരാണോ ഒരു വ്യക്തിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്, ആ വ്യക്തിയെയാണ് മശിഹ അഥവാ അഭിഷിക്തൻ എന്ന പേരിന് അർഹത. പഴയ നിയമത്തിൽ ഈ മൂന്ന് ശുശ്രൂഷകളും ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് ആരും തന്നെ ഇല്ല. എന്നാൽ പഴയ നിയമത്തിൻ്റെ അവസാനമായി ലോകജനത്തോട് വരുവാനുള്ള മശിഹായെക്കുറിച്ച് പറഞ്ഞതായ യാഹിയ നബി, യോഹന്നാൻ സ്നാപകൻ വളരെ വ്യക്തമായിട്ട് ഈ മൂന്ന് ശുശ്രൂഷകളും ഈസയിൽ സമുന്നയിപ്പിക്കപ്പെടും എന്നുള്ളത് തൻ്റെ പ്രഭാഷണങ്ങളിൽ, തൻ്റെ പ്രഘോഷണങ്ങളിൽ വിസ്തരിച്ച് പറയുകയുണ്ടായി. അപ്പോൾ പിന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ മൂന്ന് പ്രത്യേക ശുശ്രൂഷകൾ ചെയ്ത് തീർക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി അത് ഈസയാണ്. അതുകൊണ്ടാണ് ഈസ മശി എന്ന് വിശുദ്ധ ഖുറാനിൽ സവിസ്താരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈസ മസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവൻ പാപികളുടെ രക്ഷിതാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പാപികളുടെ രക്ഷിതാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിൽ ആ അഭിഷേകത്തിന്റെ ശുശ്രൂഷ അവൻ ചെയ്ത് തീർത്തേ പറ്റൂ. എന്തൊക്കെ ശുശ്രൂഷയാണ് അവൻ ചെയ്തു തീർക്കേണ്ടത്? ഒന്നാമത്തത് പ്രവാചകത്വ ശുശ്രൂഷ, രണ്ടാമത്തെ രാജകീയ ശുശ്രൂഷ, മൂന്നാമത്തേത് പൗരോഹിത്യ ശുശ്രൂഷ. ഈ മൂന്ന് കാര്യങ്ങളെ SMS വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഈ പോക്കുവയിൽ കഴിഞ്ഞതായ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പേ ഈസ മശിയെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് മതങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ മതമായിരിക്കുന്ന ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ കേവലം പ്രവാചകനായിട്ടല്ല അംഗീകരിക്കുന്ന, മറിച്ച് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് പോലും ഉരുവാക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേർത്താണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു രക്ഷകനും നാഥനുമായി അംഗീകരിക്കപ്പെട്ട ആളുകൾ അനുധാവനം ചെയ്യുന്നതായ ജീവിത ശൈലിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്.
ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, റാദർ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിത ശൈലിയാണ്. ആ ശൈലിക്ക് ആധാരം മശി ഈശയാണ്, യേശു ക്രിസ്തുവാണ്. മുസ്ലിം ലോകം യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടാമത്തെ ചോദ്യം. മുസ്ലിം ലോകം യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തിൽ സംശയിക്കുവാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലോകം, മുസ്ലിം മതം, ഇസ്ലാം മതം യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ വിശ്വസിക്കാതെ ഇരിക്കുന്നത്? അതിന് പ്രധാനമായും 5 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1, മശീഹ് ഈസയുടെ ചരിത്രാതീതമായ കാര്യങ്ങളിൽ അജ്ഞത വെച്ചു പുലർത്തുന്നവരാണ് ഇസ്ലാം മതം. മുസ്ലിം ലോകത്ത് യേശു ക്രിസ്തുവിന്റെ ദൈവികത്തെ അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ഒന്നാമത്തെ കാരണം മുസ്ലിം ലോകത്തിൽ മശീഹ് ഈസയുടെ ചരിത്രാതീത കാര്യങ്ങളിലെ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഞാനത് താഴോട്ട് വിവരിക്കുന്നതായിരിക്കും. അതിലൊന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ച്, മശീഹ് ഈസയെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശു എവിടെ എന്ത് ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഒന്നിനോടൊന്ന് പൂരകമല്ലാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ആയത്തുകൾ ഒഴികെ വൈരുദ്ധ്യവും സാങ്കല്പികവുമായ ചില കഥകൾ മാത്രമേ മശീഹ് ഈസയെ കുറിച്ച് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രം അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 2, മശീഹ് ഈസയുടെ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവിനെ കുറിച്ച് ഖുറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഏതെല്ലാം അത്ഭുതങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് ഏതെല്ലാം വിധത്തിൽ ചെയ്തു എന്നുള്ളത് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് പറയുകയും പാണ്ടുള്ളവർക്ക് സുഖം കൊടുത്തു എന്നൊക്കെ പറയുകയും അന്ധരെ കാഴ്ച കൊടുത്തു എന്നൊക്കെ പറയുകയും ചെയ്യുന്നതല്ലാതെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ആരെയെല്ലാം എങ്ങനെയെല്ലാം സൗഖ്യമാക്കിയെന്ന് ഖുറാനിൽ പ്രതിപാദിക്കാത്തത് കൊണ്ട് ചരിത്രപരമായ വസ്തുതകളോ ഈസാ മസിഹയെക്കുറിച്ചുള്ള വിവരണങ്ങളോ ഖുറാനിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് മുസ്ലിം ലോകത്തിന് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല. 3, മസീഹ് ഈസാനും മറിയത്തിന്റെ പ്രവർത്തന മേഖലകളോ അദ്ദേഹത്തെക്കുറിച്ച് മുൻ പ്രവാചകന്മാർ പ്രവചിച്ചതായ കാര്യങ്ങളോ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഖുറാനിൽ ആ വിധത്തിൽ മുൻ പ്രവാചകന്മാർക്കെയും പ്രവചിച്ചത് ഈ മശിഹായ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഖുറാനിൽ ഒരു സൂക്തത്തിലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നല്ലവരായ, ചിന്താശീലരായ, ബുദ്ധികൂർമ്മരായ എൻ്റെ മുസ്ലിം സഹോദരന്മാർ അതിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമായിരുന്നു. അതില്ല എന്നുള്ളത് അവരുടെ ഒരു ഗതികേടായി മാറി. ആകെ 6666 ആയത്തുകൾ ഉണ്ട് എന്ന് പറയുന്നതിൽ 336 ആയത്തുകൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയത് ഒഴികെയുള്ള ഒരൊറ്റ ആയത്തിൽ പോലും യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മുൻ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങളൊന്നും തന്നെ പരിശുദ്ധ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 4, മശീഹ് ഈസായുടെ സന്ദേശങ്ങൾ എന്തായിരുന്നുവെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. മശീഹ് ഈസായുടെ സന്ദേശങ്ങൾ, ഏതെല്ലാം സന്ദേശങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാ സന്ദേശങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ചരിത്രപരമായിട്ടോ വസ്തുനിഷ്ഠാപരമായിട്ടോ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ഉദ്ധരിച്ചതായ ആ സൂക്തം അവിടെ പറയുന്നത് യഹൂദികൾ ഈസായെ ക്രൂശിച്ചിട്ടില്ല എന്നാണ്. ക്രൈസ്തവർക്ക് ആർക്കും അതിനോട് സംശയമില്ലല്ലോ. ഏതെങ്കിലും ചേട്ടന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യൂതന്മാരാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം എന്താ അറിയോ? യൂതന്മാരല്ല യേശുവിനെ ക്രൂശിച്ചത്, പിന്നെ ആരാ ക്രൂശിച്ചത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ തെറ്റ് പറ്റിയത് ആർക്കാണെന്നുള്ളത് അത് വിശകലനം ചെയ്യുമ്പോഴാണ് അറിയാം. അല്ലാണ്ട് കാണാപ്പാഠം പഠിച്ചത് കൊണ്ടോ ഓതിയത് കൊണ്ടോ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല. ചരിത്രപരമായ കാര്യങ്ങൾ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായിട്ട് കേട്ടു, ശാസ്ത്രീയമായ കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ കേട്ടു. ഇനി നമ്മൾ ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലും പ്രവാചകന്മാർ ഈ പറഞ്ഞിരിക്കുന്ന മശിഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. അപ്പോഴാണ് മശിഹായുടെ തനിമേത്വം, പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തെങ്കിലും കേൾവികൊണ്ട് ഞാനിപ്പം നിങ്ങൾ വിശ്വസിക്കുന്നവനായ അസ്രത്ത് മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടൂല. പക്ഷേ 13 നൂറ്റാണ്ടുകളായിട്ട്
ലോകത്തിലെമ്പാടും മശീശയുടെ മരണത്തെ തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ മൗനം ദീക്ഷിക്കുന്നത് വാദിച്ചു ജയിക്കേണ്ട ഒരു കാര്യമല്ല. ഞങ്ങൾക്കുള്ളത് വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറഞ്ഞ്, സുഹൃത്തെ, സഹോദര, സഹോദരി, ഇതാണ് സത്യം. ഗ്രഹിക്കുന്നുണ്ട്, ഗ്രഹിക്ക്. സകല സത്യത്തിലേക്കും വഴി നടത്തുവാൻ വേണ്ടി വരുന്നതായ പരിശുദ്ധ റൂഹിനെ കുറിച്ച് ഈസ തന്നെ പ്രവചിച്ചു. ആ പരിശുദ്ധ റൂഹാണ് മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്നത്, അല്ലാതെ മനുഷ്യന്റെ വാദമുഖങ്ങളല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഈസായെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈശാ മശി ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് എൻ്റെ മുസ്ലിം സഹോദരന്മാരിൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. രണ്ടാമത്തെ കൂട്ടർ, നേരത്തെ നമ്മൾ വായിച്ച അന്യസാഹ 157 നിങ്ങളുടെ മനസ്സിലിരിക്കണം. യേശുവിൻ്റെ മശിയുടെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള താർക്കികമായ സംഗതികൾ ആർക്കുണ്ടോ അവരാണ് അബദ്ധത്തിൽപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്തിനോ യഹൂദന്മാർക്കോ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഒരു സംശയമില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ചേട്ടന്മാരായ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ട് അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശാ മശീഹ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന വാദം. രണ്ടാമത്തെ വാദം, അത് ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഏത് വിധത്തിലാണ് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കാതിരുന്നതെന്ന് വാദിക്കുന്നവരുടെ വാദങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വാദം, ഈസ ക്രൂശിൽ കയറിയ ശേഷമാണ് ഉയർത്തപ്പെട്ടതെന്ന വാദം. മൂന്നാമത്തെ കൂട്ടർ വാദിക്കുന്നത് എന്താണെന്നറിയോ? ഈസയ്ക്ക് പകരം ഈസയുടെ ശിഷ്യനായിരുന്ന യൂദാസ് ഇസ്കരിയോത്ത്, ഓന്റെ മുഖവും ഈസന്റെ മുഖവും ഒരേപോലെ ഇനിയും, അതുകൊണ്ട് ഓനെ പിടിച്ചാണ് ക്രൂശിച്ചു എന്നുള്ള വാദം. നാലാമത്തേതോ, ഈസ ക്രൂശി കടന്നപ്പോൾ മസ്മറീസം കാണിച്ചു, എന്നിട്ടോ മൂപ്പരുടെ ക്രൂശി ചുമന്നതായ ശിമോൻ എന്ന് പറയുന്ന ആള് മൂപ്പരെ പിടിച്ച് ക്രൂശിച്ചു എന്ന്. ഇനി അഞ്ചാമത്തേതോ, അതൊരു കഴമ്പില്ലാത്ത കുഴമ്പുവാദമാണ്. അതിനെക്കുറിച്ച് പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസാനെ കുഴമ്പൊക്കെ പുരട്ടി, നേരത്തെ ബ്രദർ ജെറി പറഞ്ഞതുപോലെ കല്ലറെ കൊണ്ട് അടക്കി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ ജീവൻ വന്നു. ജീവൻ വന്നപ്പോൾ നേരെ മൂപ്പർ അവിടുന്ന് വിട്ടു. എങ്ങോട്ട്? കാശ്മീരിലേക്ക്. കാശ്മീരിൽ വന്നിട്ട് മൂപ്പർ പെണ്ണ് കെട്ടിയിട്ട് അവിടെ കുട്ടികളൊക്കെ ഉണ്ടായി, അവിടെ മരിച്ചു, അടക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഖാദിയാനികളുടെ കഴമ്പില്ലാത്ത കുഴമ്പുവാദം. പോരെ? അപ്പൊ ഈ ഖുറാനികമായിട്ട് ആരാണ് താർക്കികമായി നടക്കുന്നത്? വിശുദ്ധ ബൈബിളിലെ 136 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ഒരൊറ്റ വാക്യം പോലും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അസന്നിഗ്ധമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോൾ 4 ആയത്തുകളിൽ 4 വിധത്തിലുള്ള വാദങ്ങൾ വരുമ്പോൾ, 5 വിധത്തിലുള്ള വാദങ്ങൾ വരുമ്പം ഇപ്പൊ ഏതാ ശരി? നിങ്ങൾ തന്നെ പറഞ്ഞോളി. നിങ്ങൾ വിധിച്ചാൽ മതി, നമുക്ക് വിധിയൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ വിധിക്കാൻ താല്പര്യവുമില്ല. നിങ്ങളാണ് വിധിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ ഈസ വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടോ? ക്രൂശിക്കപ്പെട്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ക്രൂശിക്കപ്പെട്ടെ? ഈ ഈസ ക്രൂശിക്കപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും ശാസ്ത്രീയമായ കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിലേ ഇനിയും ആധികാരികമായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാൻ പോവാ. അപ്പം നിങ്ങളുടെ മനസ്സുണ്ടാവും ഒരു ചിന്ത, എന്താണ്? അതൊക്കെ റദ്ദാക്കപ്പെട്ടില്ലേ, അതൊക്കെ പോയില്ലേ, അതൊക്കെ എടുത്തു കളഞ്ഞില്ലേ? നമുക്ക് ചിന്തിക്കാം, എടുത്തു കളഞ്ഞോ എന്നോ. എങ്ങനെയാ ചിന്തിക്കണ്ടേ? ഇഞ്ചീലിനെ കുറിച്ച് പറയുമ്പം എൻ്റെ സഹോദരന്മാർ ആദ്യം ഉന്നയിക്കുന്ന ഒരു വാദം, ഇഞ്ചീൽ റദ്ദാക്കപ്പെട്ടു, ഇഞ്ചീൽ തിരുത്തി. നിങ്ങൾ കൈ കടത്തിയില്ലേ? കൈ കടത്തിയിട്ടില്ല സുഹൃത്തെ. ആരാ കൈ കടത്തിയത്? ആരാ തിരുത്തിയത്? ആരാ റദ്ദാക്കിയത്? അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണ്ടേ? എന്നാലല്ലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചോദ്യം, ഈ തിരുത്തി എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ ഖണ്ഡിക്കുന്ന ഒന്നാമത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ആരാണ് ഇഞ്ചീൽ തിരുത്തിയത്? അതേ ചോദ്യത്തിൽ തന്നെ, ആരാണ് ഇഞ്ചീൽ റദ്ദാക്കിയത്? ഇനി എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ഇത് റദ്ദാക്കപ്പെട്ടതും തിരുത്തിയതും? മൂന്നാമത്തെ ചോദ്യം, തിരുത്തപ്പെടാത്ത റദ്ദാക്കപ്പെടാത്ത ഇഞ്ചീല് ആരൊക്കെ വായിച്ചിട്ടുള്ളത്? തിരുത്തി റദ്ദാക്കി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഓല വാദം ആരാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത്? ഈ മൂന്നാമത്തെ ചോദ്യം, അല്ലാഹുവാണ് റദ്ദാക്കിയതെങ്കിൽ, തിരുത്തിയതെങ്കിൽ, അല്ലാഹു ഇറക്കിക്കൊടുത്ത ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തെറ്റ് പറ്റിയിട്ടോ, സോറി, നിങ്ങൾ ക്ഷമിച്ചോണ്ടു എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമോ? ഇനി മാനുഷികമായി കൈകടത്തല ഉണ്ടായെന്ന് പറഞ്ഞാൽ, അപ്പം ന്യായമായൊരു ചോദ്യം,
അള്ളാഹു അത്ര പോഷനാ? അള്ളാഹു ഇറക്കി തന്ന ഈ കാര്യങ്ങൾ ഇഞ്ചിയിൽ അതിൽ മനുഷ്യൻ കൈ കടത്തും എന്ന് അള്ളാഹുവിന് അറിയില്ല. അപ്പം അത് ചെറുക്കാനും അതിനെ തടസ്സപ്പെടുത്താനും അതിനെ പരിപാലിക്കാനും അള്ളാഹുവിന് കഴിയൂല എന്നുള്ള ചോദ്യം. ഇനി ഈ അള്ളാഹു ഇത് ഇറക്കി തന്നതാണെങ്കിൽ അവൻ തന്നെ അത് സൂക്ഷിക്കുവാനും ബാധ്യസ്ഥനല്ലേ എന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന, റദ്ദാക്കപ്പെട്ടു, തിരുത്തിയെന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയുവാൻ വളരെ അത്യാവശ്യമായിട്ട് മുതിരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈസാ മശിഹയെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില നടപടികളുണ്ട്. അതാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന യൂതമതത്തിൽ മശിഹ താൻ എങ്ങനെയായിരുന്നു തന്നെത്താൻ ഉൾക്കൊണ്ടത്? എല്ലാവരും ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നോ യേശു തന്നെ-കുറിച്ച് ചിന്തിച്ചത്? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസായെക്കുറിച്ച് ഈസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂതമതങ്ങൾ വിചാരിച്ചതുപോലെ, യൂതമതക്കാർ വിചാരിച്ചതുപോലെ ആണോ ഈസായെക്കുറിച്ച് ഈസ തന്നെ വിചാരിച്ചത്? അതോ വ്യത്യസ്തമായ രീതിയിലാണോ? ആയിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, മശിഹ ഈസായുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു മശിഹ ഈസ ഈ ഭൂമുഖത്തെ നിറവേറ്റുവാനായിട്ട് ആഗ്രഹിച്ചത്? താൻ എങ്ങനെയായിരുന്നു ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചത്? മൂന്നാമത്തെ ചോദ്യം, മശിഹ ഈസ ക്രൂശിക്കപ്പെട്ടതും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് യൂത പ്രമാണികൾ മശിഹ ഈസയെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയത്? അതിനുവേണ്ടി റോമൻ ഭരണകൂടത്തെ, ഇവിടെയാണ് ഖുറാനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്. എന്താ അറിയോ? യൂതികളല്ല കൊന്നത്, യൂതികൾ കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. കൊന്നത് റോമാക്കാരാ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പം തെറ്റ് പറ്റിയത് ബൈബിളിനോ യേശുവിനോ അല്ല എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടി സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി റോമൻ ഭരണകൂടത്തെ എങ്ങനെയാണ് യൂതന്മാർ പ്രേരിപ്പിച്ചത്, പ്രോത്സാഹിപ്പിച്ചത്, അതിനുവേണ്ടി ഉപയോഗിച്ചത്? നാലാമത്തെ ചോദ്യം, എങ്ങനെയും എന്തിനു വേണ്ടിയിട്ടുമായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ രൂപീകൃതമായത്? യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നാളുകൾ കഴിയുന്നതിന് മുമ്പേ ക്രിസ്തീയ സഭ ഉടലെടുത്തു. അത് അഭ്യൂഹങ്ങളുടെ വെളിച്ചത്തിലല്ല, ചരിത്രപരമായ സത്യത്തിൻ്റെ വെളിച്ചത്തിലും. നേരത്തെ ബ്രദർ ജെറി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ക്രൂശിച്ച യേശു എന്ന് യഹൂദന്മാർ സാക്ഷി നിർത്തിക്കൊണ്ട് പത്രോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് സഭ രൂപീകൃതമായത്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ഈശാ മശി, തൻ്റെ സഭയെ തൻ്റെ ക്രൂശീകരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം സ്ഥാപിതമാക്കി എന്നുകൂടെ ഓർത്തുകൊള്ളുക. അഞ്ചാമതായിട്ട്, എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ ഇഞ്ചിയിൽ ഈ വിധത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നത്? അതിൻ്റെ ചോദ്യത്തിൻ്റെ വ്യക്തത ഇങ്ങനെയാണ്. 4 സുവിശേഷങ്ങൾ മാത്രമല്ല ബൈബിളിലുള്ളത്, ഇഞ്ചിയിലുള്ളത്. ഇഞ്ചിയിൽ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തെ പൊതുവെ പറയുന്നതാണ്. അതിൽ 27 പുസ്തകങ്ങളുണ്ട്. ഈ 27 പുസ്തകങ്ങളിൽ 4 സുവിശേഷങ്ങളും ഒരു ചരിത്ര പുസ്തകവും ഒരു വെളിപാട് പുസ്തകവും കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെയും ലേഖനങ്ങളാണ്. അത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയതിന് ശേഷം രേഖപ്പെടുത്തിയ ചില സുവിശേഷങ്ങളുണ്ട്. എന്നാൽ സഭയിലെ ഒരൊറ്റ ഉപദേശം പോലും, സഭ പാലിക്കേണ്ടതായ ഒരൊറ്റ ഉപദേശം പോലും സുവിശേഷങ്ങളിൽ സുവിശേഷകന്മാർ എഴുതിയിട്ടില്ല. ആ സുവിശേഷങ്ങളിൽ 4 സുവിശേഷകന്മാരും സവിസ്താരം പ്രസ്താവിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ പ്രവൃത്തികളും യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും ക്രൂശീകരണവും മരണവും പുനരുദ്ധാനവും പ്രത്യക്ഷമാകലും കൂടാതെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മലക്കുകൾ പറഞ്ഞ കാര്യത്തോടു കൂടിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ചരിത്രം എഴുതി, അതിനുശേഷം സഭ രൂപീകൃതമായപ്പോൾ സഭയ്ക്ക് വേണ്ടുന്നതായ ഉപോത്ബലമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി. എന്തുകൊണ്ട് ഈ വിധത്തിൽ നമുക്കിത് ലഭിച്ചിരിക്കുന്നു? അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോഴാണ് മശിഹ ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണ ആളത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവരെ ഇരുട്ടിൽ തപ്പുന്ന അനുഭവമായിരിക്കും. കറുത്ത പൂച്ചയെ കൂരിരുട്ടിൽ കൊണ്ടിട്ടിട്ട് പൂച്ച എവിടെ എന്ന് അതിൻ്റെ കണ്ണ് നോക്കി തപ്പി നടക്കേണ്ട ഗതികേടാണ് ഇന്ന് പലർക്കും ഉള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ആളുകൾക്കോ പകൽ പോലെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യും. ഇനിയും ഈശോയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈശോയെക്കുറിച്ച് ഈശോ പറഞ്ഞതായ കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം.
വേറൊരാൾ പറഞ്ഞ കാര്യം അല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വ്യക്തമാകാതെ വേറൊരാൾ പറഞ്ഞതിനെ വെച്ചുകൊണ്ട് എന്നെ ഇവാലുവേറ്റ് ചെയ്താൽ, എന്നെ വിലയിരുത്തിയാൽ ഞാൻ ആരാണെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകുകയില്ല. അതുകൊണ്ട് എൻ്റെ വാമൊഴി കേൾക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ എന്നെക്കുറിച്ചുള്ള വ്യക്തത കിട്ടുകയുള്ളൂ. അങ്ങനെ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പം സ്വർഗത്തിലും ഇവിടുത്തെ അനുഭവം തന്നെയാണെന്ന് പറയണേ. സ്വർഗത്തിൽ കിട്ടുന്നത് ഇവിടുത്തെ അനുഭവമാണെന്ന് പറയണതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം എന്താ അറിയോ? യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവന്റെ അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന. അപ്പൊ ഈശ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഈസായ്ക്ക് വേറിട്ടതും സ്വർഗത്തിൽ നിന്നാണ്. ഈസാന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിച്ചതും സ്വർഗത്തിൽ നിന്നാണ്. ഈസ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിശ്ചയിച്ചതും സ്വർഗത്തിൽ നിന്നാണ്. അപ്പൊ ആ ഈസ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ വായിക്കാതെ പറ്റൂല. വേറെ ഏത് ഗ്രന്ഥം വായിച്ചാലും ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവിടെ കിട്ടുന്ന കാര്യമെന്ന് പറഞ്ഞ് വെച്ചിരിക്കണേ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഉപമകളായിരുന്നു യേശു ക്രിസ്തു പഠനത്തിന് പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത രീതികൾ, മനോഹരമായ ഉപമകൾ. ഈ ഉപമകളിലൊക്കെയും സാദൃശ്യങ്ങളൊക്കെയും യേശു ക്രിസ്തു താൻ ആരാണെന്നും തന്നെക്കുറിച്ച് താൻ എന്താണ് മനസ്സിലാക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ 3 പ്രത്യേകമായ പ്രതീകാത്മകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരല്പം ദൈവശാസ്ത്രമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 3 പ്രതീകങ്ങൾ. അതിലൊന്നാമത്തത് ദൈവാലയം. ദൈവാലയത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് യഹൂദന്മാരുടെ പ്രതീകമെന്ന് പറയുന്നത് തോറ അഥവാ ന്യായപ്രമാണം, തൗറാത്ത്. തൗറാത്ത് എന്ന് പറയുമ്പോൾ തൗറാത്തിൽ തന്നെ കെത്തൂബിയോ ഉണ്ട്, തോറയുമുണ്ട്, അതിനകത്ത് തന്നെ സബൂറും അടങ്ങിയിട്ടുണ്ട്, നാബീം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ പൊതുവെ അവര് പഴയ നിയമ പുസ്തകങ്ങളെ ക്രൈസ്തവർ പഴയ നിയമം എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അതിനെ തോറ എന്ന പേരിൽ, ന്യായപ്രമാണം എന്ന പേരിൽ അവരുടെ ബൈബിളായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ന്യായപ്രമാണം അഥവാ തോറ അത് അവർക്ക് അഭിമാനമായിരുന്നു. മൂന്നാമത്തേത് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ്. ഈ 3 കാര്യങ്ങളായിരുന്നു അവരുടെ അഭിമാന സ്തംഭം. ഈ 3 കാര്യങ്ങളോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ 3 കാര്യങ്ങളെക്കുറിച്ച് യേശു എന്തൊക്കെയായിരുന്നു ചിന്തിച്ചത്, പഠിപ്പിച്ചത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അവർ എന്തായിരുന്നു ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്ന് മനസ്സിലാക്കണം. ഒന്നാമത് ദൈവാലയം. ദൈവാലയത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതിനിധാനം ചെയ്യുന്ന ഇടം, ദൈവം ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഇടമാണ് ദൈവാലയം എന്നായിരുന്നു യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. 2 തോറ അഥവാ ന്യായപ്രമാണം. ഏതൊരു യഹൂദനും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്തായിരിക്കണം അവൻ്റെ ആശയങ്ങൾ, എന്തായിരിക്കണം അവൻ്റെ ജീവിതക്രമങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് തോറയിൽ കൂടെ അഥവാ ന്യായപ്രമാണത്തിലൂടെ. മൂന്നാമത്തത് ആത്മാവ് അഥവാ സ്പിരിറ്റ്. ഈ ആത്മാവ് അഥവാ സ്പിരിറ്റ് അതിനെക്കുറിച്ച് യഹൂദന്മാർ ഇന്ന് പലരും ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഒരല്പം വിശകലനം അനിവാര്യമായിരിക്കുന്നത്. സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടതും എന്നാൽ ദൈവത്തെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അവൻ ഔഭൗമികനായതുകൊണ്ടും അവനെ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടും ദൈവം വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന ചിന്തയായിരുന്നു യൂതന്മാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ന്യായമായി സാധാരണക്കാർ ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തതോ? അങ്ങനെയാണെങ്കിൽ മൂശയ്ക്ക് ദൈവം വെളിപ്പെട്ടതോ? അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് വെളിപ്പെട്ടതോ? ആദമിനോട് സംസാരിച്ചതോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി പറഞ്ഞത് അത് റൂഹായിരുന്നു, സ്പിരിറ്റായിരുന്നു, ആത്മാവായിരുന്നു എന്നാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ ആത്മാവ് ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ആ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഉടനീളം സംസാരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ആ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതാണ് നമ്മൾ
പിന്നീട് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ യേശു ക്രിസ്തു തോറയെ കണ്ടത്, തൗറാത്തിനെ കണ്ടത് തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമായിട്ടാണ്. തന്നെക്കുറിച്ച് നിവർത്തിക്കുവാൻ പോകേണ്ടതായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് തോറയെ യേശു കർത്താവ് കണ്ടത്. 2, ദൈവാലയത്തെക്കുറിച്ച് യേശു ക്രിസ്തു കണ്ടത്, ഈസാ മസീഹ് ദൈവാലയത്തെക്കുറിച്ച് കണ്ടത് ദൈവാലയത്തിൻ്റെ ഉടമസ്ഥൻ താനും ദൈവാലയം തന്നെ ആരാധിക്കുവാനുള്ള ഒരിടവുമായിട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞത്. ആ യഹൂദ ദേവാലയത്തിൽ നടമാടിയിരുന്നതായ കാപഠ്യങ്ങളെയും കവർച്ചകളെയും അവിടെ നടമാടിയിരുന്ന വാണിജ്യവൽക്കരണങ്ങളെയും എല്ലാവിധത്തിലുള്ള കച്ചവട കമ്പോളങ്ങളെയും യേശു ക്രിസ്തു അടിച്ചമർത്തുവാൻ ശ്രമിച്ചത് ആ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈസാ വന്നത് ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, യൂതികൾക്ക് വേണ്ടിയിട്ടല്ല യേശു വന്നത്. മറിച്ച് യൂതന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരുന്ന, യൂതന്മാർക്ക് വേഗത്തിൽ മനസ്സിലാക്കാമായിരുന്ന, യൂതന്മാർക്ക് എല്ലാ തലങ്ങളിലും യേശുവിൻ്റെ ദൈവികത്വത്തെയും മഷിഹാത്വത്തെയും മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തു ആ ഗ്രന്ഥത്തിൻ്റെ ഉടയവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ അവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ഈസ വന്നത് ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനോ 12 ഗോത്രങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, മറിച്ച് സകല മാനവർക്കും വേണ്ടിയിട്ടാണ്. എന്താ തെളിവ്? അതുകൊണ്ടാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട്, ആരെ? ഈസായെ കൈക്കൊണ്ട് ഈസായുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആ ഏവർക്കും എന്ന് പറയുമ്പോൾ അസ്രത്ത് മുഹമ്മദ് അടക്കം, പോപ്പ് തിരുമേനി അടക്കം, മദർ തെരേസ അടക്കം, കർദിനാൾമാരടക്കം, എല്ലാ ശ്രേഷ്ഠരായിരിക്കുന്ന മഹാപുരോഹിതന്മാരടക്കം, ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ചന്ദ്രനോ മുഹമ്മദോ, ഇവിടെ സാധാരണക്കാരായിരിക്കുന്ന തോമസോ ചാക്കോയോ മറിയാമയോ, അവർക്കൊക്കെയും വേണ്ടിയിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ആ യേശുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയും. യേശു ക്രിസ്തു വന്നത് മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് വിളിച്ച് ദൈവത്തിന്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് അടിമയായിട്ട് ആരെങ്കിലും കഴിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ അടിമയാക്കാനല്ല പടച്ചവന് സൃഷ്ടികർത്താവിന് താല്പര്യം, മറിച്ച് നിങ്ങളെ അവൻ്റെ മക്കളാക്കി തീർക്കുവാനാണ് താല്പര്യം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റും. ഞങ്ങൾ ദൈവമക്കളായി എന്നുള്ള ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സദ്വർത്തമാനം നിങ്ങളോട് പറയുന്നതും. കേവലം ഇവിടെ വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സൗദിയിൽ നിന്ന് വരുന്ന പോലെ വരുമാനമൊന്നും കിട്ടുകയില്ല, ഞങ്ങൾക്ക് വിദേശ നാണയങ്ങളുടെ കൂമ്പാരം ഉള്ളത് കൊണ്ടല്ല ഞങ്ങളിത് ചെയ്യുന്ന, മറിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക മക്കളെന്നുള്ള പദവി നിങ്ങൾക്കും കൂടെ അനുഭവിക്കാൻ സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടും തീവ്രമായ അഭിലാഷത്തോടും കൂടിയാണ് നിങ്ങളോട് ഞങ്ങളിത് വളരെ സവിസ്താരം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള എല്ലാ അവസരവും സാധ്യതയും യേശു ക്രിസ്തുവിൽ കൂടെ ഉണ്ട്. മാത്രമല്ല, ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ അയക്കുവാൻ പോകുന്ന കാര്യസ്ഥൻ. ആ കാര്യസ്ഥനെ കുറിച്ചാണ് ചില ആളുകൾക്ക് വളരെ പ്രയാസം. അവർ പറയും, അത് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കണേ, നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്. മമ്മൂഞ്ഞ് പണ്ട് പറഞ്ഞ പോലെയാ, ആനൻ്റെ കാര്യം പറഞ്ഞപ്പം ആന പ്രസവിച്ചു എന്ന് പറഞ്ഞു, അത് നമ്മളാ എന്ന് പറഞ്ഞതുപോലെയാ. അങ്ങനെയല്ല. വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഇവിടെ വരുവാൻ ഒരു പ്രവാചകനും ആവശ്യമില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, സകല പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ പ്രവചിച്ചു. യോഹന്നാൻ സ്നാപകനായിരുന്നു പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കുത്ത്. യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ യാഹ്യ നബി ആയിരുന്നു പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണി. പിന്നീട് ഒരു പ്രവാചകൻ വരുന്നതിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് യേശു. അതാരാണെന്നുള്ള നിങ്ങൾ വീട്ടിൽ പോയി വേണമെങ്കിൽ ഞങ്ങളൊരു കോപ്പി തരാം. അതിൻ്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിക്കണം, 24-ാം അധ്യായം. അവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നുള്ളത്. ഈസാ മസീഹ് പ്രവാചകനായിരുന്നില്ല എന്നതിൻ്റെ തെളിവ്, ഈസാ മസീഹ് തന്നെക്കുറിച്ച് പ്രവാചകനായി മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇനിയും അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. അതിന് യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട്
യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ്. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. ആ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ഈസ ആരാണെന്നും എന്താണ് ഈസയുടെ ദൗത്യം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞുണ്ട്. അതിനെ ആസ്പദമാക്കി കേവലം ചെറിയ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഞാൻ തെളിയിച്ചു തരാവുന്നതാണ്. ഓക്കെ. പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത്, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റും വേലി കെട്ടി, ചക്കു കുഴിച്ചു നാട്ടി, ഗോപുരവും പണിത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചു. അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു. അവനെ അവർ കൊന്നു. മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുത്തൻ, ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു. എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്നു പറഞ്ഞ് ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. ആ കുടിയാന്മാരോ, ഇവൻ അവകാശിയാകുന്നു, വരുവിൻ, നാം അവനെ കൊല്ലുക, എന്നാൽ അവകാശം നമുക്കാകുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ അവനെ പിടിച്ചു കൊന്ന് തോട്ടത്തിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞു. എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? താങ്ക് യു വെരി മച്ച്. ഇവിടെ വളരെ വിസ്താരമായിട്ട് പഴയ നിയമത്തിലെ തോറയിലെ നാബീം എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈസാ മസീഹ് തൻ്റെ വായിനാൽ അരുളി ചെയ്ത മനോഹരമായൊരു ഉപമയാണ്. ആ ഉപമയിൽ താൻ ആരാണെന്നും തന്നെക്കുറിച്ച് താൻ എന്താണ് മനസ്സിലാക്കുന്നതെന്നും എന്താണ് നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടതെന്നും യേശു സമർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് മുന്തിരിത്തോട്ടം, അത് ഇസ്രായേലിനെ സംഭവിച്ചുള്ള കാര്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഫലപ്രദമായ മുന്തിരിത്തോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു ഉപമയാണ് മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അത് യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ കുടിയാന്മാർ ആരാണ്? കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ യഹൂദ പ്രമാണികളാണ്. സാധുക്യന്മാരും പരീശയന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രമാണികളായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് ഒറ്റവാക്കിൽ പറയുകയാണ് കുടിയാന്മാർ. പിന്നെ വേലക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? അത് തന്നെക്കുറിച്ച് പ്രവചിച്ചതായ പ്രവാചകന്മാരെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന് മുമ്പേ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചതായ പ്രവാചകന്മാരെ മൊത്തത്തിൽ പ്രവാചകന്മാർ എന്നുള്ള പദത്തിന് പകരമായിട്ട് യേശു ഉപമിക്കുന്ന ഉപമ അലങ്കാരമാണ് വേലക്കാർ എന്നുള്ളത്. ഇനി തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ അതാരാണ്? തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ എന്ന് പറയുന്നത് ഈസാ മശിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ന്യായമായി ഉദിക്കാവുന്ന ഒരു ചോദ്യം, ദൈവത്തിന് എങ്ങനെയാണ് പുത്രൻ ഉണ്ടാകുന്നത്? ഈസാ ദൈവത്തിന്റെ പുത്രനാകുന്നത് എങ്ങനെയാണ്? ഈസായിക്ക് ശാരീരികമായിട്ട് പിതാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഉപമയെക്കാളോ സാദൃശ്യങ്ങളെക്കാളോ ഒക്കെ കെട്ടുകഥകൾ ധാരാളം കാണുന്നത് പരിശുദ്ധ ഖുറാനിലാണ്. അവിടെ ഈസ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഈസ ഉൽപ്പാദിതമായത് എങ്ങനെയാണെന്നും പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്. പരിശുദ്ധ റൂഹിനാൽ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ റൂഹ്, അപ്പോൾ താൻ അയക്കാൻ പോകുന്ന പരിശുദ്ധ റൂഹ് എന്ന് പറയുന്നതും ഈ പരിശുദ്ധ റൂഹ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണോ എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു വീണ്ടും വരുവാനുള്ള ഒരു പ്രവാചകനെ കുറിച്ച് പ്രവചിച്ചിട്ടില്ല. യേശു പറഞ്ഞതായ ആ റൂഹ് എന്നുള്ളത്, യേശു പറഞ്ഞിട്ടുള്ളതായ ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ്. താൻ എങ്ങനെയാണോ ഉൽപ്പാദിതമായത്, ഏതിനാലാണോ ഉൽപ്പാദിതമായിരിക്കുന്നത്, അതേ ആത്മാവിനെ കുറിച്ചാണ് യേശു തനിക്ക് ശേഷം വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞത്. അത് വരിക തന്നെ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സമയബന്ധിതമായിട്ട് മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇവിടെ വേലക്കാരായിട്ടോ കുടിയാന്മാരായിട്ടോ മറ്റൊന്നും തന്നെ യേശു തന്നെ കുറിച്ച് പറയുന്നില്ല.
യേശു തന്നെ കുറിച്ച് പറയുന്നത് തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ എന്നാണ്. അപ്പോൾ യേശുവിനെ ദൈവത്തിന്റെ മകനെന്ന് വിളിച്ചത്, ദൈവമക്കളെന്ന് യേശു ദൈവത്തിന്റെ പുത്രനെന്ന് വിളിച്ചത് ക്രിസ്ത്യാനികളല്ല കേട്ടോ. ആദ്യം അത് ചിന്തിക്കണം. ആദ്യമായിട്ട് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചത് യഹൂദികളാണ്. ഈസ സ്വയമേ വിശേഷിപ്പിച്ചു. കൂടാതെ യഹൂദികൾ ഈസായെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. അതിന്റെ 1-2 തെളിവുകൾ കമ്പിവാചകത്തിൽ പറയട്ടെ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഒരു യഹൂദനായിരിക്കുന്ന പത്രോസിന്റെ വായിൽ നിന്ന്, അവൻ അന്ന് ക്രിസ്ത്യാനി ആയിട്ടില്ല, അവൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു മാത്രമേ ഉള്ളൂ. അന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം ലോകത്തിലില്ല, ഒരു മാർഗം ലോകത്തിലില്ല. യേശു ക്രിസ്തു യഹൂദ മതത്തിലേക്ക് വന്ന് യഹൂദനായി ജനിച്ചു, യഹൂദനായി ജീവിച്ചു. യഹൂദന്മാരായിരുന്ന 12 ശിഷ്യന്മാരെ തന്റെ അനുയായികളാക്കി തീർത്തപ്പോൾ ആ യഹൂദന്മാർ ഈസായുടെ കൂടെ നടന്ന സംസർഗത്തിൽ നിന്ന് പറയുകയാണ്, ഈസായുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പിന്നീട് ഈസായെ വിസ്തരിക്കുന്ന സമയത്ത് യഹൂദ മത പുരോഹിതനായിരിക്കുന്ന അന്നാവ് ചോദിക്കുകയാണ്, നീ ഞങ്ങളോട് പറക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണോ? അതേ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പൊ ആരാ ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചത്? ചേട്ടന്മാരാ? അല്ല സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികളല്ല യേശുവിനെ ദൈവപുത്രനാക്കിയത്, മറിച്ച് യേശു ദൈവപുത്രനായതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു സ്വയമേ തന്നെ കുറിച്ച് പറയുന്നത് താൻ തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ. ഇനിയും തോട്ടത്തിന്റെ അവകാശി ആരാണ്? അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു കണ്ടത്, മനസ്സിലാക്കിയത്, പഠിപ്പിച്ചത് താനാണ് ദൈവത്തിന്റെ ഏകപുത്രൻ, താനാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ, സകലത്തിന്റെയും ഉടമസ്ഥൻ താൻ തന്നെയാണ്. ഞാൻ ദൈവശാസ്ത്രത്തിലേക്ക് അല്പം ഉളിയിട്ടാൽ നിങ്ങളുടെ മനസ്സ് സങ്കുചിതമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് 1-2 വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ദൈവശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ പേര് എടുക്കുവാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായ 3 കാര്യങ്ങളാണ്. മനുഷ്യപുത്രനായിട്ടാണ് യേശു ലോകത്തിൽ വന്നതെങ്കിലും അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. അവന് പിതാവ് ദൈവമായതുകൊണ്ടാണ്. മാതാവ് ഇല്ലാതെ, അവൻ സ്വർഗീയമായ മാതാവില്ലാതെ ഈസായിക്ക് ജനനം കിട്ടിയെങ്കിൽ, ഭൂമിയിലെ മാതാവിൽ യേശു ജനിച്ചുവെങ്കിൽ, ഭൗതികമായിട്ടുള്ള പിതാവില്ലാതെ ഈശ ജനിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈശ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. റൂഹിന്റെ റൂഹ് അല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റൂഹിനാൽ ഉൽപാദനായനാണ്. ആ റൂഹ് കലിമ, ദൈവത്തിന്റെ വചനം, ജഡമായി തീർന്ന വചനം, ആ വചനം മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടല്ല. അതുകൊണ്ടാണ് യേശു സ്വയമേ മനുഷ്യപുത്രൻ എന്നുള്ള പേരെടുത്തത്. അവൻ മനുഷ്യന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. അവൻ മനുഷ്യന് വേണ്ടിയിട്ടാണ് വന്നത്, മനുഷ്യന്റെ ഇടയിലേക്കാണ് വന്നത്. പണ്ട് ബീച്ചിൽ നടന്ന ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു സുഹൃത്ത് ഒരു ചോദ്യം, വളരെ മനോഹരമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കാർ റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരാൾ കാറായി ഇറങ്ങി വരണമെന്ന് പറയുന്നില്ല, നീതി എന്താണ്, ന്യായം എന്താണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, കാർ റിപ്പയർ ചെയ്യുവാൻ കാറിന് സാധിക്കുകയാണെങ്കിൽ കാർ ചെയ്തോട്ടെ. കാറിന് പറ്റാത്തതുകൊണ്ടല്ലേ മനുഷ്യൻ ചെയ്യേണ്ടി വന്നത്. മനുഷ്യന്റെ കേടുപാടുകൾ തീർക്കുവാൻ മനുഷ്യന് സാധിക്കാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായിട്ട് വരേണ്ടി വന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പണ്ടൊരു മുനി, ഒരു മഹർഷേശ്വരൻ പുഴ തീരത്തൂടെ നടന്നു പോകുകയായിരുന്നു. നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലുകൾ അറിയാതെ ഒരു ചെതൽപ്പുറ്റില് തട്ടി. ചെതൽപ്പുറ്റുടഞ്ഞു. അതിലെ ചെതലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, അയ്യോ ചെതലുകളെ, നിങ്ങളെ ദ്രോഹിക്കുവാൻ നമുക്ക് താല്പര്യമില്ല, നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളിതിൽ കുടികൊള്ളുക, നിങ്ങളെ അങ്ങുമിങ്ങും പായിക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ തട്ടിയത്, ഞാൻ അറിയാതെ തട്ടിയതാണ്, നിങ്ങൾ മടങ്ങി വരിക എന്നൊക്കെ അതിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനൊന്നും മനസ്സിലായില്ല. അത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഓടുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം ബോധ്യമായി. എന്താണ് മനസ്സിലായത്? അദ്ദേഹത്തിന് ബോധ്യമായി, താനീ ചിതലിനൊരുവനെ പോലെ ആകാതെ അവയോട് സംസാരിക്കാൻ സാധ്യമല്ല. ലോകത്തിൽ ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ധാർമ്മികത ഉള്ളതായ ഒരു വ്യക്തിയായി താൻ ഈ ലോകത്തിൽ ജനിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ബോധ്യം വന്നതുകൊണ്ട് തന്റെ പുത്രനായ യേശുവിനെ കലിമയായിട്ട് ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഈസ മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നത്. ആ ഈസ തന്നെ കുറിച്ച് പറയുന്നത് താൻ തോട്ടത്തിന്റെ അവകാശിയാണ്. ഈ സകല പ്രപഞ്ചത്തിന്റെയും ഉടയവൻ അവനാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല. ഉളവായതൊക്കെയും അവനെ കൂടാതെ, അവൻ മുഖാന്തരവും അവനായിട്ടും ഉളവായി എന്നാണ് വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തോട്ടത്തിന്റെ ഉടമസ്ഥനായ ഏക മകൻ അവൻ താൻ തന്നെയാണെന്നുള്ളത് യേശു ക്രിസ്തു പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒടുവിലാണ് അവൻ വരുന്നത് എന്ന് വെച്ചാൽ, അതുവരെയും തന്നെ കുറിച്ച് പല പ്രവാചകന്മാരും അരുളി ചെയ്തു. താൻ വരാൻ പോകുന്നു എന്നുള്ളത് മലക്കുകൾ പറഞ്ഞു, താൻ വരാൻ പോകുന്നു എന്നുള്ളത് പുരോഹിത ഗണങ്ങൾ പറഞ്ഞു, താൻ വരാൻ പോകുന്നു എന്നുള്ളത് പൗരോഹിത്യ ഗണങ്ങൾ ഒന്നടങ്കം വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചു. അങ്ങനെ ദീർഘദർശികളുടെയൊക്കെ ദീർഘദർശനം പൂർത്തീകരിക്കാൻ വേണ്ടി താൻ വന്നിരിക്കുന്നു.
അങ്ങനെ വന്നതായ താൻ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. ആ ഏകപുത്രനായ യേശു ക്രിസ്തു ഒടുവിൽ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടാത്തവനായിട്ട് വന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും ഈശാ മശിയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചില പ്രവചനങ്ങൾ കൂടെ പ്രിയപ്പെട്ട ജെറി അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. ഒന്ന് രണ്ടെണ്ണം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും അതിൻ്റെ നിഴലായിട്ട് തന്നെ ഒരു പ്രവൃത്തിയും അതിൻ്റെ 21-ാം വാക്യത്തിലും കാണാം. അവിടെ ഇങ്ങനെയാണ്: സ്ത്രീയുടെ സന്തതിയായി. ഉൽപ്പത്തി പുസ്തകം 3:15. ഞാൻ തന്നെ പറഞ്ഞു പോയാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഈ ഫാദർ ഇങ്ങനെ കുത്തിക്കുറിച്ചും കണ്ടു വന്നിട്ട് പറഞ്ഞാണ്. ഇത് ബൈബിളിലുള്ള കാര്യമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അതിന് അതിന്റെ 21-ാം വാക്യം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇവിടെ ഞാൻ ഒരല്പം കൂടെ ദൈവശാസ്ത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 3 പ്രത്യേകമായ തലങ്ങളിൽ ആണ് സൃഷ്ടിച്ചത്. അതിനെയാണ് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സ്വരൂപവും സാദൃശ്യവും? ഒന്നാമത്തേത്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തയിൽ കൊടുത്തതായ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യന്റെ ചിന്തയിൽ കൊടുത്തിരുന്നു. 2, ഹൃദയത്തിലെ വിശുദ്ധി. 3, പ്രവൃത്തിയിലെ നീതി. ഈ 3 കാര്യങ്ങളാണ് ദൈവത്തിന്റെ സ്വരൂപവും ഛായയും എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ദൈവം ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം ചിന്തയിലും ഹൃദയത്തിൽ വിശുദ്ധിയും പ്രവൃത്തിയിൽ നീതിയും കൊടുത്തിരുന്നു. ആ നീതിയും ആ വിശുദ്ധിയും ആ ജ്ഞാനവുമാണ് ലംഘിച്ചതായ കൽപ്പന ലംഘിച്ചപ്പോൾ അവർക്ക് അന്യമായത്. അങ്ങനെ അന്യമായി പോയതായ ആ വ്യക്തികളെ ദൈവം തള്ളിക്കളയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ളത് ദൈവത്തിന്റെ നീതിയുടെ പ്രമാണമായതുകൊണ്ട് അവരെ അവിടുന്ന് പുറത്താക്കി. ഞാനിവിടെ ഖുറാനിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ വ്യാഖ്യാതാക്കൾ പറയുമ്പോൾ, ആദം നബി തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, തെറ്റാണ് പാപമല്ല, തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു, പുറത്തു കൊടുത്തു, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഞാനൊരു അധ്യാപകനും കൂടെ ആണെന്ന് തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട രാജ് സാർ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി അച്ചടക്കലംഘനം ചെയ്തു. ഞാൻ അവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ കുറച്ച് അതിലൊക്കെ ചുറ്റിക്കറങ്ങി. അവന് തെറ്റ് മനസ്സിലായി, പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി. അവൻ വന്ന് എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ഫാദർ, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല. ഞാൻ പുറത്തു വന്നിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടം വിട്ട് പോയിക്കോ എന്നാണ് ഞാൻ പറയുക. ഞാൻ പുറത്തു കൊടുത്തുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവനെ തിരികെ എൻ്റെ ക്ലാസ്സിൽ കയറ്റണമെന്നുള്ള. ആദം നബി തെറ്റ് ചെയ്തപ്പോൾ അത് പുറത്തു കൊടുത്തെങ്കിൽ അവനെ ആ സ്വർഗത്തിൽ തന്നെ ഇരുത്തണമായിരുന്നു. ആ പുറത്തു കൊടുക്കാതെ ശിക്ഷ കൊടുത്തിട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ട് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെയാണ് ന്യായം? എവിടെയാണ് നീതി? എവിടെയാണ് വിജ്ഞാനം? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ തെറ്റ് സംഭവിച്ചപ്പോൾ, ആദ്യത്തെ പാപം സംഭവിച്ചപ്പോൾ, ആദ്യത്തെ ലംഘനം സംഭവിച്ചപ്പോൾ അവൻ അകൃത്യത്തിൽ വീണു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നഗ്നനായി തീർന്നു എന്നുള്ള ബോധ്യം ആദമിന് തന്നെ ഉണ്ടായി. അതുകൊണ്ട് അവൻ ഒളിച്ചിരുന്നത്. അപ്പോൾ ദൈവം അവിടെ ഒരു യാഗം നടത്തി. എന്തായിരുന്നു ആ യാഗം? ദൈവം തന്നെ തോല് കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി ആദമിന്റെ നഗ്നതയെ മറയ്ക്കുവാനായിട്ട് ആദമിനും ഹവ്വായ്ക്കും കൊടുത്തു. ആദ്യത്തെ യാഗത്തിന്റെ നിഴലായിട്ട് ദൈവം തന്നെ അത് ചെയ്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദം നബിയുടെയും ഹവ്വായുടെയും സംഭവങ്ങളാണ് യഥാർത്ഥ സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും താഴോട്ട് ഞാൻ വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മളുടെയൊക്കെയും അഭിമാന ഭാജ്യമായിരിക്കുന്ന, നമ്മളൊക്കെ ആദരവോടെ ദർശിക്കുന്നതായ, നമ്മളൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നതായ, ഉച്ചസ്ഥിരം പറയുവാൻ ആഗ്രഹിക്കുന്നതായ ഇബ്രാഹിം നബിയെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇബ്രാഹിം നബി തൻ്റെ വാത്സല്യപുത്രനായ, വാഗ്ദത്ത പുത്രനായിരിക്കുന്ന, ഓമന മകനായിരിക്കുന്ന ദാസിയുടെ പുത്രനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്വന്തം ഭാര്യയായിരിക്കുന്ന സാറയിൽ ഉണ്ടായതായ ഇസാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇസാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയ പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ഇസ്ഹാക്ക് ഇപ്പനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇബ്രാഹിം നബിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ഇതാണ് ചോദ്യം: അല്ലയോ പിതാവേ, കത്തിയുണ്ട്, വിറകുണ്ട്, പിന്നെന്തുണ്ട്? തീയുമുണ്ട്. ഇനി യാഗം കഴിക്കാനുള്ള മൃഗം എവിടെ? യാഗം കഴിക്കുവാനുള്ള മൃഗം എവിടെയെന്ന് ഇസ്ഹാക്ക് ഇബ്രാഹിം നബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇബ്രാഹിം നബി കൊടുക്കുന്നതായ
ആ ഉറപ്പ് ഒരു പ്രവചനമാണ്. ആർക്കൊക്കെയാണ്? വാഗ്ദത്ത സന്തതികളായിരിക്കുന്ന ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കാൻ പോകുന്ന സകല വാഗ്ദത്ത സന്തതികൾക്കും, അബ്രഹാം പിതാവെന്ന് അഭിമാനത്തോടുകൂടെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തികൾക്കുമുള്ള ഒരു വാഗ്ദത്തമാണ്. വായിച്ചേ 22. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. ദൈവം കരുതിക്കൊള്ളും ഒരു ആട്ടിൻകുട്ടിയെ തനിക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിയിട്ടാണോ? തനിക്ക് വേണ്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. എന്തായിരുന്നു അതിൻ്റെ പ്രവചന നിവൃത്തി? നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യാഹിയ നബി വിളിച്ചു പറയുകയാണ്, ഈസ വരുന്നത് കണ്ടപ്പോൾ വിളിച്ചു പറയുകയാണ്, യോർദാൻ നദിയുടെ തീരത്തൂടെ വരുന്ന ഈസായെ നോക്കിക്കൊണ്ട് ലോകത്തോട് പറയുകയാണ്. അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് പറഞ്ഞതല്ല, ഭൂമിയുടെ മധ്യഭാഗത്ത് വെച്ച് പറയുകയാണ്, പലസ്തീൻ നാട്ടിൽ പറയുകയാണ്, യോർദാൻ നദിയുടെ തീരത്ത് വെച്ച് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്ന് ഇബ്രാഹിം നബി മോറിയ പർവ്വതത്തിലേക്ക് ഇസ്ഹാക്കുമായിട്ട് യാഗം കഴിക്കാൻ പോയപ്പോൾ അന്ന് ഇസ്ഹാക്കിനോട് ഇബ്രാഹിം നബി പറഞ്ഞതാണ്, ദൈവം കരുതിക്കൊള്ളും മകനെ, യാഗത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി. ആ ആട്ടിൻകുട്ടിയെ ഇതാ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമെന്ന് ആര് പറഞ്ഞു? യാഹ്യ നബി പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ഈസായെ കുറിച്ചാണ് പറഞ്ഞത്. ഈസായെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ ഉദ്ധരണികളും ഇതേപോലെ എത്രയോ എടുക്കുവാനായിട്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. ഇനി മൂന്നാമതായിട്ട് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പെസഹ 8 മണിക്ക് തന്നെ ഞാൻ നിർത്തുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ എഴുതി തരാം. ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായ മറുപടി തരുന്നതായിരിക്കും. ഈ പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവിടെ ഒരു പെസഹായെ കുറിച്ച് പറയുന്നു. ആ പെസഹ എന്നുള്ളത് വരുവാനുള്ള ഒരു പെസഹായുടെ നിഴലായിരുന്നു, വരുവാനുള്ള ഒരു യാഗത്തിന്റെ നിഴലായിട്ടായിരുന്നു പറഞ്ഞത്. ആ പെസഹ കുഞ്ഞാട് ആരാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ, ഇഞ്ചീലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ആരാണത്? ക്രിസ്തു തന്നെ, യേശു ക്രിസ്തു തന്നെയാണ് പെസഹ കുഞ്ഞാട്. അവൻ അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ മോശയെ കുറിച്ച് പറയുകയുണ്ടായി. മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ, ഞാനതൊന്ന് വിവരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. മോശയും ഇസ്രായേൽ മക്കളും കൂടെ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് വരികയാണ്. അങ്ങനെ വിമോചിച്ച് അവരെ കൊണ്ടുവരുന്ന സമയത്ത് മരുഭൂമിയിൽ അവർ 40 വർഷക്കാലം കഴിയേണ്ടി വന്നു. ആ 40 വർഷക്കാലം യഹോവയാം ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ പരിപാലനങ്ങളും നൽകി കൊടുത്തു. അന്നവസ്ത്രാദികളെ ദൈവം കൊടുത്തു. അവർക്ക് വേണ്ടുന്ന തണലിനെ കൊടുത്തു. അവർക്ക് വേണ്ടുന്ന വെളിച്ചം കൊടുത്തു, വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു. ഒക്കെയും കിട്ടിക്കഴിഞ്ഞിട്ടും അവർ യഹോവയോട് മറുതലിച്ചു. ജീവനുള്ള ദൈവത്തോട് മറുതലിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു. അഗ്നിസർപ്പങ്ങളെ അയച്ചപ്പോൾ അവരെ കടിക്കാൻ തുടങ്ങി. അങ്ങനെ കടി ഏൽക്കുന്ന ഓരോ വ്യക്തികളും വീണ് മരിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ് മരിക്കാൻ തുടങ്ങിയതായ സമയത്ത് അവരെല്ലാവരും കൂടെ മൂസാ നബിയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞങ്ങൾ പാപം ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ പടച്ചവനെതിരായിട്ട് സംസാരിച്ചു പോയി, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പടച്ചവനോട് നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ നാട്ടുക. ആ പിച്ചള സർപ്പത്തെ നോക്കുന്ന വ്യക്തികളൊക്കെയും പാമ്പിന്റെ കടിയേൽക്കുന്ന സമയത്ത് പിച്ചള സർപ്പത്തെ നോക്കുന്നവരൊക്കെ ജീവിക്കും, അവർ മരിക്കുകയില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരണകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ ഉയരത്തിലേക്ക് ദൃഷ്ടി പായിക്കുന്നത്. മരണകരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏതൊരു വ്യക്തിക്ക് ആ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെടാൻ കഴിയുമോ അതിനെക്കുറിച്ച് യേശു ക്രിസ്തു സ്വയമേ പറയുകയാണ്. യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞതായ ആ പ്രവചന നിവൃത്തിയായിട്ട് പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അത് എന്തിനെ കാണിക്കുന്നതാണ്? യേശുവിന്റെ മരണത്തെ കാണിക്കുന്നതാണ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ, യഹോവയുടെ നാമത്തിൽ ആരെങ്കിലും ദൂഷണം പറഞ്ഞാൽ, ദൈവപുത്രനെന്ന് സ്വയമേ ആരെങ്കിലും പറഞ്ഞാൽ അവൻ മരണയോഗ്യനാണ്, യഹോവയുടെ കൽപ്പന ലംഘിച്ചവനാണ്, അവന് മരണശിക്ഷ കൊടുക്കണം. അവന് മരണശിക്ഷ കൊടുക്കുമ്പോൾ എങ്ങനെയാ ശിക്ഷ കൊടുക്കേണ്ടത്? കല്ലെറിഞ്ഞു കൊല്ലണം. കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരമുള്ള വിധിയെഴുത്ത്. എന്നാൽ ഈസ തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് യഹൂദന്മാർക്ക് ശാപമായിരിക്കുന്ന, യഹൂദന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ആ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുകയാണ്. മൂസ നബി സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ
മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നിട്ട് വീണ്ടും കർത്താവ് തൻ്റെ മരണവിധത്തെക്കുറിച്ച് തന്നെയാണ് ആ പറഞ്ഞത് എന്ന് താഴോട്ടുള്ള വാക്യത്തിൽ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഈശ വീണ്ടും പറയുകയാണ്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഇതിൽ പരമായിട്ടൊക്കെ എന്ത് തെളിവ് വേണം? ഈസ ക്രൂശിക്കപ്പെട്ടു. ഈസായെക്കുറിച്ചാണ് പ്രവചന പുസ്തകങ്ങളിൽ നാബീമിലും തോറയിലും തൗറാത്തിലും സാബൂറിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സബൂറിൽ നിന്ന് 22-ാം സങ്കീർത്തനം എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ജെറിസാർ പറയുകയുണ്ടായി. ഞാൻ അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 22-ാം അധ്യായം 22-ാം സങ്കീർത്തനം. ആ 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ മശീശ ക്രൂശിൽ കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. മശീശയുടെ ക്രൂശീകരണത്തെ സംശയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. മശീശയെക്കുറിച്ച് ദാവൂദ് തൻ്റെ സബൂറിൽ ഈസ ജനിക്കുന്നതിന് 1040 വർഷം മുമ്പേ ജനിച്ചതായ ദാവൂദ് പ്രവചിച്ചിരിക്കുകയാണ്. എന്താ പ്രവചിച്ചെന്നറിയണ്ടേ? ക്രൂശ് മരണത്തെക്കുറിച്ച്. ആരാ ഈസായെ കൊല്ലുക എന്ന് സബൂറിൽ ദാവൂദ് പറഞ്ഞെന്നറിയണ്ടേ? റോമാക്കാര്. അത് നമുക്ക് നോക്കാം. അതാണ് 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിൽ കടന്ന് കർത്താവ് ഇതേ കാര്യം ആവർത്തിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന് 46-ാം വാക്യം. സങ്കീർത്തനം 22-16 നായ്ക്കൾ എന്നെ വളഞ്ഞു, അവർ തന്നെ ക്രൂശിക്കും എന്നുള്ളതിൻ്റെ തെളിവായിട്ട് യേശു പറയുകയാണ്, ദാവൂദ് പറയുകയാണ്. യേശായെ ക്രൂശിക്കും എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ദാവൂദ് പറയുകയാണ്, നായ്ക്കൾ എന്നെ വളഞ്ഞു. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് യഹൂദനല്ലാത്തവരെയൊക്കെ അവരെ വിജാതിയർ അല്ലെങ്കിൽ ജാതികളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ജാതികളെന്ന് വിളിക്കുമ്പോൾ തന്നെ അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കൊച്ചാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നൊരു പദമുണ്ട്, നായ്ക്കൾ. നമുക്കിവിടെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഭാഷ നമ്മൾ പറയുമ്പം ഓടെ നായിൻ്റെ മോനെ എന്ന് പറയും അല്ലേ. ആ വ്യക്തി നായ്ക്കുണ്ടായല്ല എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളൊരു ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. അതേപോലെ യൂദന്മാരും പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 22-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, നായ്ക്കൾ എന്നെ വളഞ്ഞു. നായ്ക്കൾ എന്ന് പറയുന്നത് റോമാക്കാരെ കുറിച്ചാണ്. പിന്നീട് യൂദന്മാരുടെ മിഷ്നയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മിഷ്നയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളുണ്ടാക്കിയ കഥകളൊന്നുമല്ല, ഇതുള്ളതാണ് പ്രിയമുള്ളവരെ, സംഭവിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് റോമാക്കാരെ കുറിച്ച് അന്ന് റോമാക്കാരില്ല, ലോകത്തിൽ റോമാക്കാരുടെ ഭരണം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ സബൂറിൽ ദാവൂദ് പ്രവചിക്കുകയാണ്, റോമാക്കാരായിരിക്കും യേശുവിനെ ക്രൂശിക്കാന്ന്. അതുകൊണ്ട് യൂദികൾ ഈസായെ ക്രൂശിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരാ ക്രൂശിച്ചത്? സബൂറിൽ ദാവൂദ് പറയുകയാണ് റോമക്കാരാണെന്ന്. ഞങ്ങളും അത് തന്നെ പറയണത്, ഞങ്ങളും അതാ പറയുന്നത്. അപ്പൊ പിന്നെ ആർക്കാ തെറ്റുപറ്റിയത്? ഈസായുടെ മരണത്തെക്കുറിച്ച് പിന്നെ ആർക്കാണ് ഊഹാപോഹങ്ങൾ ഉള്ളത്? അവരെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഊഹാപോഹമുള്ള ആളുകളെ കുറിച്ച് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ വിശദമായ കാര്യങ്ങൾ പറയാൻ സാധ്യമാണെങ്കിൽ പറയുകയും ചെയ്യാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈസ തന്നെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യം വായിക്കാം. 25-ാം വാക്യം, 24-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഞാൻ പറയുന്നതല്ല, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എൻ്റെ വാക്കുകളല്ല, ഈസ പറയുന്നതാണ്. മശീശ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവാചകന്മാർ മുൻ പറഞ്ഞ പ്രവാചനങ്ങളെ വിശ്വസിക്കാതിരുന്ന ആളുകളെ വിളിക്കുന്ന വിളിയാണ്. വായിച്ചാട്ടെ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈസ വിളിക്കുകയാണ്. ഞാൻ വിളിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഈസ വിളിക്കുകയാണ്. എന്താ വിളിക്കണത്? അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. എന്താ കാരണം? നിങ്ങള് എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്ത് നിവർത്തി വന്നു എന്നുള്ളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും തന്നെ അങ്ങനല്ല എന്ന് എനിക്ക് 100% ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെ ആരാഞ്ഞ് പരിശോധിച്ച് വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ മനസ്സിലാക്കി ഈശ ക്രൂശിക്കപ്പെട്ടു എന്നും അവൻ മരിച്ചു എന്നും അവൻ എന്തുവേണ്ടി മരിച്ചു എന്ന് വെച്ചാൽ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ്റെ പേരിന് തുല്യമായി തന്നെ പാപികളെ രക്ഷിതാവായി വന്നു, പാപത്തിന് പരിഹാരമായിട്ട് വന്നു. അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നു. അതിനെക്കുറിച്ച് യെശയ്യാവ് 52-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ 53-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ വളരെ സവിസ്താരം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി തീർന്നു. നേരത്തെ ബ്രദർ ജെറി പറഞ്ഞതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങൾ, ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരുവാൻ വേണ്ടി, നമുക്ക് ദൈവ മക്കളാകാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മശിഹ
മനുഷ്യൻ്റെ പകരക്കാരനായിക്കൊണ്ട് ക്രൂശിൽ ബലിയായി തീർന്നു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങൾക്ക് രക്ഷകനായി തീരുവാൻ, നിങ്ങൾക്ക് കർത്താവായി തീരുവാൻ സാധിച്ചാൽ മാത്രമേ മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. കാരണം യേശു ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും മോക്ഷത്തിൽ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. യേശു ഒരുക്കുന്ന സ്വർഗം ദൈവം വസിക്കുന്ന സ്വർഗമാണ്. അവിടേക്ക് പോകണമെങ്കിൽ യേശുവിൽ കൂടെ മാത്രമേ മാർഗമുള്ളൂ. അല്ലാത്ത സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ പോകണമെങ്കിൽ ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ മതി. അതുകൊണ്ട് ഈസ ഒരുക്കുന്ന നിത്യസ്വർഗത്തിലേക്കുള്ള മാർഗം ഈസ നമുക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ട്, അവൻ്റെ ചങ്കിലെ ചോര ഊറ്റി തന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തിരസ്കരിച്ചാൽ നിത്യന്യായവിധിയുടെ മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. അന്ന് അവിടെ നിന്ന് രക്ഷിപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആർക്കും നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര ദാനധർമ്മങ്ങൾ നൽകിയാലും, എത്ര വട്ടം നമ്മൾ കുമ്പിട്ടാലും, എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകളൊക്കെയും തിരസ്കരിക്കപ്പെടും. കാരണം ദൈവം ഒരുക്കിയതായ മാർഗത്തിൽ കൂടെ അല്ലാതെ, ദൈവത്തിൻ്റെ നീതിപ്രകാരമല്ലാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആരെയും ദൈവം പ്രവേശിപ്പിക്കുകയില്ല. ഈ സത്യാവസ്ഥയെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ വെള്ളപ്പേപ്പർ കൊണ്ടുതരുന്നതായിരിക്കും ഞങ്ങളുടെ ഇവിടെയുള്ള വോളണ്ടിയേഴ്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൈ ഉയർത്താം, വെള്ളപ്പേപ്പർ തരും. നിങ്ങൾക്ക് എഴുതി ആ പേപ്പർ അവരെ ഏൽപ്പിക്കാം. ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് മാത്രമേ എത്ര വൈകിട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങൾ പോകുകയുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങളും പോകാവൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പേപ്പർ തരാം, നിങ്ങൾ ചോദ്യങ്ങൾ എഴുതുക, ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ വ്യക്തമായിട്ട് അതിനെ മറുപടി തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസികകളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാം. ഓക്കെ, നല്ലൊരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറയണമായിരുന്നു. എൻ്റെ എൻ്റെ പേപ്പറിൽ അത് ഉണ്ടായിരുന്നെങ്കിലും സമയം എന്നെ അനുവദിച്ചില്ല. ഇവിടെ ചോദ്യം ഇതാണ്: കുരിശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ആവർത്തന പുസ്തകത്തിലും കുരിശിൽ മരിക്കുന്നവൻ ശാപമായി തീർന്നിരിക്കുന്നുവെന്ന് ഗലാത്യ ലേഖനത്തിലും പറയുന്നു. എന്താണ് ഇതിൻ്റെ താല്പര്യം? മൊയ്തീൻ കോയ കാക്കയാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ന്യായപ്രമാണ ലംഘനം വരുത്തിയാൽ അവരെ കൊല്ലേണ്ടുന്നത് കല്ലെറിഞ്ഞിട്ടാണ്. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള നിയമം ന്യായപ്രമാണത്തിൽ അവർ കൊടുത്തിരുന്നു. ആ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടുന്ന സമയത്ത് ആരാണ് ലംഘനം ചെയ്തത്, ദൈവദൂഷണം പറഞ്ഞത്, അത് കേട്ടതായ വ്യക്തി ആദ്യമേ വന്ന് ഈ മനുഷ്യരുടെ നടുവിൽ നിർത്തി, മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചിട്ട്, ആ വ്യക്തിയുടെ തലയിൽ കൈവച്ചിട്ട് പറയണം, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ഇവൻ ഇന്ന വിധത്തിൽ ദൈവദൂഷണം പറയുന്നത് ഞാൻ കേട്ടു എന്നവൻ പറയണം. ഒരു കാര്യം കൂടെ, അത് സ്ത്രീകൾക്കും പറയാം കേട്ടോ. ഞങ്ങളുടെ രീതി അനുസരിച്ച്, ക്രൈസ്തവ രീതി അനുസരിച്ചും യഹൂദ രീതി അനുസരിച്ചും സ്ത്രീകൾക്ക് അരസാക്ഷ്യമല്ല, ഫുൾ സാക്ഷ്യമാണ്. അപ്പം സ്ത്രീകൾ ആയാലും പുരുഷന്മാരായാലും ദൈവദൂഷണം പറഞ്ഞ വ്യക്തിയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയതിന് ശേഷം അവൻ്റെ തലയിൽ കൈവച്ചിട്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വിധത്തിലുള്ള ദൈവദൂഷണം പറയുന്നു, ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ, എന്നിട്ട് അദ്ദേഹം ആദ്യം കല്ലെറിയണം, തുടർന്ന് ബാക്കിയുള്ളവരെല്ലാവരും കല്ലെറിയണം. അപ്പോൾ പിന്നെ യേശുവിനെ ആ വിധത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നെങ്കിൽ, കാരണം യേശു ക്രിസ്തു ദൈവപുത്രനാക്കി എന്നുള്ളതാണല്ലോ യഹൂദികൾക്ക് സഹിക്കാൻ കഴിയാതിരുന്ന കാര്യം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് യേശു പറഞ്ഞപ്പോഴാണ് മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറിയത്. അവിടെ ലേവ്യ മഹാപുരോഹിതത്തിൻ്റെ അവസാനം കുറിക്കുക കൂടിയായിരുന്നു. ഏതായാലും യേശു ക്രിസ്തു മശികയാണ്, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ചെയ്യേണ്ടിയിരുന്നത് യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ അതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതായ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പെസഹാചരണം. അതൊക്കെ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ബോധ്യമാകുകയുള്ളൂ. മാത്രവുമല്ല,
22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ വസ്ത്രം പകുത്തെടുക്കുവാനും അങ്കി ചീട്ടിട്ട് വീതിക്കുവാനും എടുക്കുവാനും തക്കവണ്ണം ഇടയാകണമെങ്കിൽ യേശുവിനെ കല്ലെറിഞ്ഞു കൊന്നാൽ പറ്റുകയില്ല, കഴിഞ്ഞില്ല. അതിൻ്റെയൊക്കെ ദൈവശാസ്ത്ര വിഷയങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. കൂടാതെ 22-ാം സങ്കീർത്തനത്തിൽ സബൂറിൽ ദാവൂദ് പറയുകയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിൻ്റെ മണിബന്ധത്തിൽ ജെറീസ് ബ്രദർ പറയുകയുണ്ടായി, 2 മണിബന്ധത്തിലാണ് യേശുവിനെ ആണിയടിച്ചത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ ഉള്ളംകരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിയുടെ ഉള്ളംകരങ്ങളിൽ ആണിയടിച്ചു കഴിഞ്ഞാൽ ആ ഭാരം കൊണ്ട് ആ വ്യക്തി താഴേക്ക് വീഴും. അപ്പോൾ അതിന് ആ ഭാരത്തെ താങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് മണിബന്ധത്തിൽ ആണിയടിച്ചു. അതിന് വേറൊരു പ്രവചന നിവൃത്തിയും കൂടിയുണ്ട്, ഒരു നിയമബന്ധം കൂടിയുണ്ട്. ഏതെങ്കിലും 2 പേർ തമ്മിൽ വൈരാഗ്യമുള്ള രാജാക്കന്മാരാണെങ്കിൽ അവർ തമ്മിൽ സമാധാന സന്ധി ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ട് അവരുടെ 2 പേരുടെ ആ പ്രതിനിധികളുടെ 2 പേരുടെയും കൈയുടെ ഈ മണിബന്ധ ഭാഗത്തുള്ള ഒരല്പം മുറിവെടുത്തണം. ആ ഞരമ്പിൻ്റെ അവിടെ മുറിവെടുത്തുമ്പോൾ ഒരല്പം ചോര പൊടിയും. ആ ചോര 2 പേരുടെയും കൈകൾ ഇങ്ങനെ ബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുമിപ്പിച്ചുകൊണ്ട് ആ സമാധാന സന്ധി ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ യേശു ക്രിസ്തു മനുഷ്യന്റെ സമാധാന സന്ധിയായിട്ട് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എങ്ങനെ മരിച്ചു? ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ശാപമായിരിക്കുന്ന, യഹൂദന്മാർക്ക് ശാപമായിരിക്കുന്ന ആ ശാപം മരം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട്, ആ മരണം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ ശാപം എന്നേക്കുമായിട്ട് യേശു ക്രിസ്തു നീക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രൂശിക്കപ്പെട്ടത്.